നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ അഞ്ജു, പൊന്നാരൻ തോട്ടത്തെ തറവാട്ടിൽ നീ വലത് കാല് വെച്ച് കേറിയാൽ ഉടൻ തന്നെ നീ ആ ദേവികയെ ഒതുക്കണം. ആ വീട്ടിലെ ഭരണം മുഴുവൻ നിന്റെ കയ്യിലായിരിക്കണം. അത് നീ മറക്കരുത്. അതൊരിക്കൽ കൂടി പറഞ്ഞേ. ഒന്നൊന്നല്ല, 100 പ്രാവശ്യം പറയാം. എനിക്ക് ദേവിക ഇഷ്ടല്ല, 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 ഇഷ്ടല്ല. മുത്തച്ഛ, സിദ്ധു പറഞ്ഞു കേട്ടില്ലേ, അവന് ദേവിക ഇഷ്ടമല്ലെന്ന്. മോനെന്താ പറഞ്ഞത്? ദേവിക ഇഷ്ടമല്ലെന്നോ? എനിക്ക് ദേവിക ഇഷ്ടമല്ല മുത്തച്ഛ. അപ്പോ ഈ കല്യാണം, ഇവിടെ നടക്കാൻ പോകുന്ന കല്യാണത്തെ കുറിച്ച് മോൻ അറിയോ? പിന്നെ അറിയാലോ, ഞാനും മാലാഖയായിട്ടുള്ള കല്യാണല്ലേ. അതല്ലേ ഇവിടെ നടക്കാൻ പോണേ. അതാണ് ഇവിടെ നടക്കാൻ പോണ കല്യാണം. ഞാൻ മാലാഖ കല്യാണം അയക്കണേ, അല്ലാണ്ട് ദേവികൊന്നല്ല. ചേച്ചി, മെഹന്തി ഫംഗ്ഷൻ തുടങ്ങാനുള്ള സമയമായി. എല്ലാരും അങ്ങോട്ട് വന്ന ഇറങ്ങാടാ. ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാ, പെട്ടെന്ന് വാ. അഞ്ജലി, മോളെ കഴിഞ്ഞില്ലേ? ഈ വള കൊള്ളാലോ ചേച്ചി. എന്റെ വളക്കാളും ഭംഗി ചേച്ചിയുടെ വളക്കുണ്ട്. ഈ വള എനിക്ക് തരാവോ? പ്ലീസ് ചേച്ചി, ഒന്ന് താ. അതിനെന്താ, തരാലോ. ചേച്ചി എന്തിനാ ഈ വള ഒരു അഞ്ജലിക്ക് കൊടുക്കുന്നേ? അവൾക്ക് ആവശ്യത്തിലധികം വളയുണ്ടല്ലോ. നീ എന്തിനാ ഇതിൽ ഇടപെടുന്നേ? വള തരാന്ന് ചേച്ചി സമ്മതിച്ചല്ലേ, പിന്നെ നിനക്കെന്താ കുഴപ്പം? നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലേ? ഗോപികെ, അഞ്ജിത അവളുടെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതല്ലേ, അതിന് നീ എന്തിനാ തടയുന്നേ? ആഗ്രഹം, വല്ലാത്തൊരാഗ്രഹം തന്നെ ഇവൾക്ക്. രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. അഞ്ജിത, മോൾക്ക് ഈ വളയല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. ഏ ചേച്ചി. ഗോപികെ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം അഞ്ജലിക്ക് കൊടുക്കുക. ഇതിന്റെ പേരിൽ ഇനി ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കരുത്.
ശ്രീകലെ ആഹാ കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞു മാഡം, ഞങ്ങളിതാ വരാൻ ഇറങ്ങുമായിരുന്നു. ദേവിക നല്ല സുന്ദരിയായിട്ടുണ്ട്. അഞ്ജിതേ, മോള് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ശ്രീകലെ സമയായി കേട്ടോ. സുലോചനെ വാ. ഗോപികെ മോള് വാ. അമ്മ ശ്രീകലെ വേഗം വന്നേക്കണേ. വാ മോളെ. അമ്മേ വരുന്നില്ലേ? ഇനി തിരക്കിന്റെ ഇടയില് എനിക്കിത് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. മോളെ അഞ്ജു, പൊന്നാരൻ തോട്ടത്ത് തറവാട്ടിൽ നീ വലത് കാല് വെച്ച് കേറിയാൽ ഉടൻ തന്നെ നീ ആ ദേവികയെ ഒതുക്കണം. ആ വീട്ടിലെ ഭരണം മുഴുവൻ നിന്റെ കയ്യിലായിരിക്കണം. അത് നീ മറക്കരുത്. അവിടെ ഒരു സ്വാധീനവും ദേവിക ഉണ്ടാക്കിയെടുക്കരുത്. അത് നീ തടയണം. തടഞ്ഞിരിക്കണം. നീ ആയിരിക്കണം ഇനി പൊന്നാരൻ തോട്ടത്തെ റാണി. അത് ഞാൻ ഏറ്റമ്മ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.